ഈ ലോകത്തിൽ പലവരും പല ആവശ്യങ്ങൾക്കായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ചിലവർ ശാരീരിക ആവശ്യങ്ങൾക്കായിട്ട് കഴിക്കുന്നു, വേറെ ചിലർ അവർ പ്രായമുള്ള മാതാപിതാക്കളെ നോക്കാനായിട്ട് കഴിക്കുന്നു, വേറെ ചിലവർ അവരുടെ സ്വത്തും മുതലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കുന്നു, വേറെ ചിലർ വീട്ടിലെ സമ്മർദ്ദങ്ങൾ കാരണം വിവാഹം കഴിക്കുന്നു, വേറെ ചിലവർ സാമ്പത്തിക കെട്ടുറപ്പിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും വിവാഹം കഴിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സിസ്റ്റമാണ് വിവാഹം എന്ന് വരികിൽ തന്നെയും ഇന്ന് വിവാഹത്തിൽ ഒരുപാട് പൊട്ടലും ചീറ്റലൊക്കെയുണ്ട്. 10-ൽ 8 വിവാഹമോചനത്തിലാണ് കലാശിക്കുന്നത്. ഒരുപാട് പേരുടെ കുടുംബജീവിതത്തിൽ അസന്തുഷ്ടിയുണ്ട്, അവിഹിത ബന്ധമുണ്ട്, പൊട്ടലുണ്ട്, ചീറ്റലുണ്ട്, മാനസിക പിരിമുറുക്കമുണ്ട്, വ്യതകളുണ്ട്, വഴക്കുണ്ട്, വയ്യാവിലിയുണ്ട്, പലതുമുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ തക്കവണ്ണം ഒരു ജോലിയും സാമ്പത്തിക കെട്ടുറപ്പുള്ള ഒരു വ്യക്തിക്ക് വിവാഹം കഴിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു പോസ്റ്റാണ് കാണുന്നത്. അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമെങ്കിൽ ഞാൻ 1000 പ്രാവശ്യം കല്യാണം കഴിക്കാം എന്നുള്ളതാണ് മായ വിശ്വനാഥ് പറയുന്നത്. അപ്പോൾ അവരുടെ ആ വാക്കിൻ്റെ അകത്തുനിന്നും മനസ്സിലാകുന്നത് വിവാഹം കഴിച്ചിട്ട് ഒന്നും കാര്യമായിട്ട് കിട്ടാൻ പോകുന്നില്ല. കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ച് അടിമത്വം മാത്രമാണ്. എപ്പോൾ നോക്കിയാലും ഭർത്താവിൻ്റെ അടിമയായിട്ട് ഇരിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കി, ജോലി കരസ്ഥമാക്കി അവർ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിവാഹം കഴിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ആണുങ്ങളെ വേണം അവരുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. എന്നാൽ അത് വിവാഹം കഴിച്ച് ഒരു ഭർത്താവിൻ്റെ അടിമയായിട്ട് ഇരിക്കാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇനി വിവാഹം കഴിക്കുന്ന ഭൂരിപക്ഷം പറയുന്ന ഒരു കാര്യം, പ്രായമാകുമ്പോൾ അവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് മക്കളെ ഉൽപ്പാദിപ്പിച്ച് അവരെ തീറ്റിപ്പോറ്റി എടുത്ത് വളർത്തുകയാണ്. ഇന്നത്തെ കാലത്ത് ഭൂരിപക്ഷം ചെറുപ്പക്കാരും അവരുടെ മാതാപിതാക്കൾ അവരെ പ്രൊഫഷണൽ ഡിഗ്രിക്കാരായിട്ട് മാറ്റുകയാണ്. അപ്പോൾ പ്രൊഫഷണൽ ഡിഗ്രി എടുത്തു കഴിയുമ്പോൾ പിന്നെ നല്ലൊരു ജീവിത നിലവാരം വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ താമസിച്ചിട്ട് കാര്യമില്ല, വിദേശത്ത് പോകണം. അവർ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പൗരത്വമുള്ളവരെയാണ് കല്യാണം കഴിക്കുന്നത്. അവരൊരിക്കലും മടങ്ങി വന്ന മാതാപിതാക്കളെ നോക്കില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഓൾഡ് പീപ്പിൾസ് ഹോമിലേക്ക് അല്ലെങ്കിൽ വൃദ്ധസദനത്തിലേക്ക് പോകേണ്ട ഗതികേടാണ് ഉള്ളത്. അതുകൊണ്ട് മക്കളെ ഉൽപ്പാദിപ്പിച്ച് അവരെ എടുത്തു വളർത്തിയതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ വിവാഹം കഴിക്കുന്നവർ വെറും പോഴന്മാരാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നത് ഇന്നത്തെ കാലത്ത് വലിയ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമല്ല. അത് അർത്ഥവത്താണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം എല്ലാം സാമ്പത്തിക കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ് അധികം പേര് വിവാഹം കഴിക്കുന്നത്. അതിനെക്കേട്ട നല്ലത് വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത്.